ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ 5ാമത്തെ ദിവസത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേട്ടോ. നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത്. പക്ഷേ അവരുടെ തപ്പിയിട്ട് എന്താ ഉണ്ടാക്കാമെന്ന് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഞാനിത് ഒരു കൈപ്പത്തി ഉണ്ടാക്കാമെന്ന് കരുതുന്നത്. പക്ഷേ നമുക്ക് അവിടെ ചെന്നപ്പോൾ തേങ്ങയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ പൊട്ടിക്കാൻ തേങ്ങ പൊട്ടിച്ചിട്ട് വരാം. ഇന്നിപ്പോൾ ഒക്കെ പോണതിൻ്റെ മുമ്പ് ഫുഡാകുമെന്നൊന്നും ഒരു പിടുത്തമില്ല. നോക്കി വെക്കാം. അതിൽ 1 2 3 4 കുറ്റിയിട്ടിരിക്കണം കേട്ടോ. അത് പെട്ടെന്നൊരു കള്ളനെ കൊണ്ട് കയറി വരാൻ പറ്റില്ല. നമുക്ക് തേങ്ങ പൊളിക്കാം. ഭയങ്കര ഇട്ട് പൊളിച്ചു. ഇങ്ങനെ പോയിട്ട് തേങ്ങ പൊളിക്കുക. അന്ധകാരം പൊളിച്ചു. ഇപ്പോൾ തേങ്ങ പൊളിക്കാൻ പോവുക. തേങ്ങ പൊളിക്കാൻ ഒറ്റയ്ക്ക് നല്ല ധൈര്യം നിൽക്കില്ല. കാരണം നമ്മൾ ഇരട്ടാണ്. ഒറ്റയ്ക്ക് പോലെ ധൈര്യമില്ലാത്ത കാരണം കൊണ്ട് നമുക്ക് വെച്ചിട്ട് പോവാം. ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതാണ് ഇപ്പോൾ ആരോഗ്യത്തിന് നല്ലത്. പിന്നെ നമ്മൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക? അപ്പോൾ നമുക്ക് സ്റ്റോറിൽ നിന്ന് എത്ര പോകുന്ന തേങ്ങയും കുറച്ച് ചെറുള്ളിയും കിട്ടിയിട്ടാണ് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. ഗുഡ് മോർണിംഗ് ഉണ്ണിമോൻ. രാവിലെ തന്നെ പരിപാടി ഇറങ്ങിയാ? യോഗ ചെയ്യാൻ പോട്ടെ കേട്ടോ. കുട്ടി ഗുഡ് മോർണിംഗ്. എന്താ നീട്ടിപ്പോ ചായ പിടിക്കണ്ടേ? പിന്നെ ഉറങ്ങ്. എഴുന്നേറ്റ് എടി നീറ്റ. പിന്നെ 9 മണിയായി നീറ്റ് വന്നേ. വെറുതെ ഇന്നെ ദേഷ്യം കണ്ട പച്ച വെള്ളം ഞാൻ മേത്ത് കൂടിട്ടോ. ഉണ്ണി പോലെ ഈ കഴിക്കണം കാണിച്ചു. ഒരാൾ കഴിക്കണം കാണിച്ചു. കുറച്ച് കടലക്കറി വെക്കണം. പക്ഷെ ഞാൻ പറഞ്ഞില്ല തലവേദന കുട്ടിട്ട് ഇവിടെ കടലക്കറി കുട്ടിട്ട് ഈ എന്ത് കൂട്ടിട്ടാ കഴിക്കണേ? ഈ കഴിക്കാൻ തന്നെ വിചാരിച്ചിട്ടില്ലേ? മീൻകറി കൂട്ടിട്ടോ. ഉണ്ണിമോനോ? പച്ചക്ക്. ഓക്കെ.
ഒരു രസം കേട്ടോ. വീട്ടിൽ കുരങ്ങിനി എവിടുന്ന് എവിടെ എടാ ഉണ്ണിമോനെ അടുക്കളയിൽ എന്തെങ്കിലും സാധനം ഉണ്ടോ കഴിക്കാൻ? എന്തെങ്കിലും സാധനം ഉണ്ടോ? എവിടെ? അവിടെ അല്ലേ? ഈ എങ്ങടെ പോണ് സായിക്കുട്ടിയെ? ജിലേബി ഉണ്ട് പോത്തെ. അയാൾ വിരിച്ച് വരുമെന്നാവോ? നിക്ക് വീഡിയോ എടുക്കല്ല, സാധനം വരട്ടെ. ഇറങ്ങി വരൂ. രാവിലെ കുരങ്ങനെ കണ്ടപ്പോ ഇറങ്ങിയതാണ് കേട്ടോ. കാണണ്ടാ പോയാ പോയി. അപ്പോൾ കുരങ്ങൻ നമുക്ക് മിസ്സായി. കുരങ്ങൻ നമുക്ക് കിട്ടിയില്ല. കുരങ്ങനക്ക് കൊടുക്കാൻ നമ്മൾ എടുത്തോളുന്ന സാധനം കേട്ടോ. തൽക്കാലം പുതും ഞാൻ കഴിക്കാല്ലേ. പോരെ ചെക്കന്മാരെ, അതൊന്നും കാണാനല്ല. പോലെ 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 സായിക്കുട്ടിയെ ഒന്ന് വന്നേ. ഒന്ന് നന്നായിട്ട് പാക്ക് ചെയ്ത കാരണം കൊണ്ടേ പുള്ളി പോലും മിസ്സാവൂല. മണം മാത്രമല്ല, നല്ല തേച്ച് നല്ല ഗുണവും കിട്ടും. നമുക്കെന്നെ മുടിവിന്റെ പൊട്ടലിട്ട് നല്ല പറഞ്ഞു. ഞാൻ തേക്കുമ്പോഴോട് ഞാൻ എന്തും പറയാറില്ല, ഇത് തേച്ചോന്ന്. വേറെ തേക്കാൻ വയ്യല്ലോ, ഇത് തേച്ചാ ഇനി കുഞ്ഞിന് മസാജ് ചെയ്തോ. പക്ഷെ പിന്നെ പാട്ട് വെച്ചിട്ട് കുക്കിങ് തുടങ്ങിയടി കോപ്പിലേറ്റ് വരുമടി. അപ്പോൾ ഞാൻ തലമ എണ്ണൊക്കെ തേച്ചിട്ടാ നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോവാണേ. ഓക്കെ, സംഗതി കാണിച്ചു തരാവേ. സ്റ്റോർ റൂമിൽ ഡേറ്റില്ല. അപ്പോൾ ഇവിടെ സ്റ്റോർ റൂമിലാണ് ഫ്രിഡ്ജ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ സംഭവങ്ങളുണ്ട്. ഇതാണ് ഒരു സാധനം, ഇതാണ് ഒരു സംഭവം, ഇതാണൊരു സംഭവം കേട്ടോ. ഇത് എന്താ ഞാൻ പറഞ്ഞു തരാവേ. ഇതാണ് കേട്ടോ 3 സംഭവങ്ങൾ. ഈ സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഷെബിന ഇവിടെ വരൂ. ഇതിൽ നിന്റെ സംഭവം എന്താണ്? ഇത് എന്റെ സംഭവം. അത് എന്തൊക്കെ? മഞ്ഞൾ, പച്ചമഞ്ഞൾ, വെറും പച്ചമഞ്ഞൾ, വേറൊന്നുമില്ല. വെളുക്കണത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഓൾറെഡി വെളുപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മഞ്ഞൾ മാത്രം. ഇത് മുഖത്ത് ഇത്തിരി ഹെയർ ഉണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾ മാത്രം പച്ചവെള്ളത്തിൽ ചേർത്തിട്ട് ഒഴിക്കുക. പച്ചവെള്ളത്തിൽ നമ്മൾ തേക്കാൻ നേരത്തെ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ എടുക്കുക, തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക, മുഖത്ത് തേക്കുക, അത്ര. പച്ചമഞ്ഞൾ ഇങ്ങനെ മിക്സിയിലിട്ട് അരച്ചത്. ഓക്കെ, ഇത് നെക്സ്റ്റ് വരട്ടെ. ഇത് ഇന്നുകൂടെ തലമ എണ്ണൊക്കെ തേച്ചിട്ട് ഞാൻ നടുവരൊക്കെ ഇട്ടിട്ട് തീക്കട്ടോ. ഇന്നോട് തീരെ കോൺഫിഡൻസ് ഇല്ല. സാരാക്കണ്ട പറഞ്ഞോ. ചെറുപയർ പൊടിച്ചതും പാലും കൂടി മിക്സ് ചെയ്തുണ്ടാക്കിയതാണ്. ഇക്ക് പിന്നെ ഓൾറെഡി വെളുപ്പില്ലാത്ത കാരണം അപ്പൊ തേച്ച വെളുക്കുന്ന പറയണേ. ചാണൊന്നുമില്ലെങ്കിൽ ഞാൻ വെളുപ്പുണ്ട് ചുരുക്കി ചാണോ ഞാൻ വെളുക്കാൻ പിന്നെ തേച്ചോണ്ടിരിക്കും. അത് ചെറുപയർ പൊടിച്ചതും പാലും മിക്സ് ചെയ്തതാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പ് കൊടുക്കണം തേക്കാൻ. എന്താണെന്ന് വെച്ചാൽ വെളുക്കാൻ അത് ഇൻസ്റ്റന്റ് ആയിട്ട് വെളുപ്പ് കിട്ടുന്നത് പറയണത് കിട്ടണം. കാരണം കിട്ടിയിരിക്കണം, എല്ലാരും പറയാറുണ്ട് കിട്ടിയിരിക്കണെന്ന്. അപ്പൊ ഞാൻ കുളിക്കണ മുന്നേ ഒരു 5 മിനിറ്റ് മുന്നേ തേക്കും. എന്നിട്ട് മുഖത്ത് 5 മിനിറ്റ് മതി ഡ്രൈ ആവണ വരെ. മുഖത്ത് ഡ്രൈ ആയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇട്ടിട്ട് റൗണ്ട് മോഷൻ മസാജ് ചെയ്ത് ഒരു ബ്യൂട്ടീഷ്യൻ മോഡൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ മുഖത്ത് റഫ് മസാജ് ചെയ്യരുത്, സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യണം. ഇത് എവിടുന്ന് കിട്ടിന്ന് വെച്ചാല് ഞാൻ ഇൻസ്റ്റയില് റീൽസ് കാണുന്ന സമയത്ത് പേരൊന്നും അറിഞ്ഞിട്ട് ആ പൃഥ്വിരാജിന്റെ പോലത്തെ ഒരാളില്ലേ,
എന്താണ് പേര് വേഗം അയാൾ പറഞ്ഞ കേട്ടതാണ്. ഇപ്പൊ ഇന്ന് രാത്രി റിസപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് രാവിലെ അല്ല കുറച്ച് മുന്നേ തേച്ചാൽ മതി. അപ്പൊ തന്നെ വെളുപ്പ് കിട്ടും, ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് കിട്ടുന്നില്ല. അത് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഇതിൽ പാല് ചെറുപയർ പൊടി മാത്രമാണ്. ചെറുപയർ പൊടി സാധ്യതയില്ല. അപ്പൊ ചെറുപയർ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ പൊടിച്ചാലും മതി. ഓക്കെ. നിന്റെ മോള് റേഷൻ കടയിൽ നിന്ന് കൊറേ ചെറുപയർ കിട്ടി, കളയാൻ ഞാൻ പൊടിച്ചു. പക്ഷെ കൂടുതൽ പൊടിഞ്ഞില്ല. ഓക്കെ. അത് ഞാൻ മിക്സിയിലിട്ടിട്ടല്ല മിക്സ് ചെയ്തത്, അതുകൊണ്ടായിരിക്കാം. അത് ജ്യൂസറല്ലായിരുന്നു. ഇനി ഞാൻ അടുത്ത സംഭവം കാണിച്ചുതരാം. ഇതാണ് എന്റെ ഫേസ് മാസ്ക് കേട്ടോ. ഇത് ഞാൻ ഉണ്ടായി കൊടുത്തതാണ്. പറഞ്ഞോട് അന്ന് ഞാൻ പറഞ്ഞ സംഭവങ്ങൾ തന്നെ ഉള്ളൂ. ആര്യവേപ്പിന്റെ പൊടി, കസ്തൂരി മഞ്ഞൾ, റോസ് വാട്ടർ, അലോവേര ജെല്ലും. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്ത് കാണിക്കാം അല്ലേ. എന്റെ മൂക്കിന്റെ ഇവിടെ ഒരു കറുപ്പ്, ഞാൻ അപ്പഴേ വെളുപ്പുണ്ട് പറഞ്ഞത്. അത് മൂക്കിന്റെ ഇവിടെ ഒരു കറുപ്പ് പാടുണ്ട്. അതിന് വേണ്ടിയാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് തേക്കുന്നത്. സ്വന്തം നാട്ടിൽ ഷിബ്ലാന്റെ ഫേസ് പാക്ക് കാണിച്ചാൽ നിവർത്തിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഫേസ് പാക്ക് കാണിച്ചാ ഫേസിലിട്ട് പാക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫേസ് പാക്കൊക്കെ ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ മുറ്റത്ത് വേറൊരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു നെല്ല് മരമുണ്ട്. അതിൻ്റെ കൊമ്പും ചില്ലൊക്കെ വെട്ടുന്ന ജോലിയിലാണ്. അപ്പോൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മോളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മോള് വേഗം ഫേസ് പാക്കൊക്കെ കഴുകിയിട്ട് പെട്ടെന്ന് ഓടി ചെന്നിട്ട് പല സഹായിക്കാം. ഹായ് ബേബി, ഫുഡ് കഴിച്ചാ? കഴിക്കുന്നില്ലേ സായിക്കുട്ടിയെ? ഫുഡ് കഴിച്ചാ? ഈ കഴിക്കാൻ പോയി കുട്ടി കൊടുക്കാൻ പോവാ? വെരി ഗുഡ്. നമുക്ക് ഉണ്ടാക്കൊപ്പം കഴിക്കാം. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് പോയി വന്നപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് അരി വറുത്തത് ഇങ്ങനെ തേങ്ങ ഒക്കെ ഇട്ട് കഴിക്കാൻ ഭയങ്കര രസമല്ലേ. അപ്പോൾ നമ്മൾ നേരെ അരി വറുത്തത് ഉണ്ടാക്കിയിട്ട് അതിൽ തേങ്ങ ഒക്കെ ഇട്ടിട്ട് കട്ടൻ ചായ കൂട്ടിയിട്ട് കഴിക്കാൻ പോവുകയാണ്. നമുക്ക് നേരെ കിച്ചണിൽ പോയിട്ട് അരി വറുത്തത് ഉണ്ടാക്കാം അല്ലേ. അരിയൊക്കെ വറുത്ത് കഴിയുമ്പോഴേക്കും മഴ പോയി ഓടിഞ്ഞോ. മിക്കവാറും പോകും. മഴ തോർന്നതിൽ കളിക്കാം. നമ്മള് അരി വറുത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ. എൻ്റെ ശൈലിയൊക്കെ ഭയങ്കര ഇഷ്ടം അരി പൊടിച്ചത് ഇങ്ങനെ ചായയിലാക്കിയിട്ട് ഇങ്ങനെ കുടിക്കാൻ. തോണി കുറെ ഉണ്ടായിക്കോളെ, കുറെ ഉണ്ടായിക്കോളെ. അതെ, പേപ്പർ തോണി, ന്യൂസ് പേപ്പർ തോണി. വൈകുന്നേരം അരിമണി ചായ കുടിച്ച് ഭയങ്കര തളച്ചേരാണ് ഞങ്ങള്. നല്ലൊരു മഴയുണ്ടായിരുന്നു. യെസ്, നല്ല മഴയുണ്ട്. നല്ല രസമാണ്. എന്നിട്ട് മഴത്തെ അരിമണി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് പണ്ട് ശരിക്കും മഴക്കാലത്ത് ഇങ്ങനെ മഴയത്ത് കളിച്ചില്ലേ, അതുകൂടിയെ ചേർത്തിട്ടുണ്ട്. അത് ഭയങ്കര രസമുണ്ടാവും. അപ്പൊ മഴ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മഴയാണ് കേട്ടോ. മഴ കുറച്ചേണ്ട അതിന് നിന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങള് കൊറേ ചായ കുടിച്ച് കുഴഞ്ഞള് കുളിച്ചിരിക്കട്ടെ. കുട്ടികള് മാത്രമല്ല, എന്താ ആയിരിക്കണ ആളും കുളിച്ചിട്ടുണ്ട്, ഞാൻ മാത്രമേ കുളിക്കാത്തുള്ളൂ. അമ്മ എഡിറ്റിംഗ് ചെയ്ത് ക്ഷീണിച്ചിട്ട് വേർത്തിട്ടൊക്കെ ഇരിക്കണ്ട. അവർക്ക് പിന്നെ വേർക്കാൻ ഒരു പരിപാടിയില്ല. വെറുതെ കട്ടുമ്പോ ഫാൻ കൊണ്ട് കിടക്കണോണ്ട് വലിയ പണിയില്ലാത്ത കാരണം ഞാൻ കുളിച്ചിട്ടില്ല.
അപ്പൊ പിന്നെ ഞങ്ങള് എല്ലാം കഴിഞ്ഞിട്ട് പോയ കാരണം കൊണ്ട് വീഡിയോയിൽ അധികം കുറെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. വെരി സോറി. നമ്മള് നാളെയാണ് നമ്മളെ ഈ വീക്ക് ഇൻ മൈ ലൈഫിത്തെ അവസാനത്തെ ദിവസം നമുക്ക് അടിപൊളിയാക്കണം എന്നാണ് ഇൻഷാ അല്ലാഹ് കരുതുന്നത്. ഇന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്ന കാരണം കുറെ കാര്യങ്ങൾ മിസ്സിങ്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് പപ്പനെ വെയിറ്റ് ചെയ്തിരിക്കണേ. എന്തിനാണ് പപ്പനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ഷവർമ്മ കഴിക്കാൻ. എനിക്ക് ഷവർമ്മ കഴിക്കാൻ ഞാൻ അങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോ ഈ ഷവർമ്മ സ്പെഷ്യൽ ഷവർമ്മ കണ്ടപ്പോ തോന്നി ഷവർമ്മ മേടിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഷവർമ്മ പപ്പനോട് മേടിക്കാൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഞാൻ മാത്രം പോരല്ലോ, കുട്ടികളും കൂടെ ഉള്ള കാരണം എനിക്ക് മാത്രമായി പറ്റില്ല. അപ്പൊ കുട്ടികൾക്കൊക്കെ ആയിക്കോട്ടെ വെച്ച് കുട്ടികൾക്കൊക്കെ മേടിച്ചു. ഇപ്പൊ ഞങ്ങൾ പപ്പനെ കാത്തിക്കാണ്. പപ്പനെ എത്തിയിട്ടില്ല. പപ്പ എത്താത്തതാവും നിക്കാണ് വേഷത്ത് നിൽക്കാൻ. അപ്പൊ നമ്മുടെ വീക്ക് മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഇത് 6ാമത്തെ ദിവസമാണ്. നാളെയാണ് നമ്മുടെ അവസാനത്തെ നാളെയാണ് നമ്മുടെ വീക്ക് മൈ ലൈഫിന്റെ അവസാനത്തെ ദിവസം വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും ദിവസം നമ്മളെ വീക്ക് മൈ ലൈഫ് കണ്ട് നമുക്ക് കമന്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പൊ നമ്മൾ 7ാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വൈകുന്നേരം ചായ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ചായക്ക് സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ അരിമണി വറുത്തത് കേട്ടോ. അരിമണി വറുത്തത് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതാണ് കാരണം. ഈ ബെഡിന്റെ പോലെ വെച്ചാൽ മതി.